നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് റിവ്യൂ ആണ് കേട്ടോ. ഇന്ന് വളരെ സംഭവ ബഹുലമായ ദിവസമായിരുന്നു. നെവിൻ്റെ പട്ടി ഷോ ഡേ ആണ്. അത് തീർത്തു കൊടുത്തു ബിഗ് ബോസ്. അടിപൊളിയായി. ഇന്നത്തെ നമ്മുടെ ഫേവറേറ്റ് വ്യക്തി ബിഗ് ബോസ് ആണ്. അതിൽ യാതൊരുവിധ സംശയമില്ല. അല്ലേ വിധോ? കാരണം മുട കാണിക്കേണ്ട ആവശ്യമില്ല, പട്ടി ഷോ കാണിക്കേണ്ട ആവശ്യമില്ല. കാണിച്ചു കഴിഞ്ഞാൽ എടുത്ത് പുറത്തേക്ക് ഇടും. ഇനി പുറത്തേക്ക് ഫുള്ളായിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ. പക്ഷെ വല്ലാതെ കളിച്ച് ബിഗ് ബോസിനെ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എടുത്ത് പുറത്തേക്ക് ഇടും എന്നുള്ളത് ബിഗ് ബോസ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് മനസ്സിലാവാത്ത ചിലർ ഇപ്പോഴും ബിഗ് ബോസിൽ ഇരിക്കുന്നുണ്ട്. എസ്പെഷ്യലി ആര്യൻ ഇന്നും അവർ മാനസികമായിട്ട് വല്ല കുഴപ്പമുണ്ടോ ആവശ്യമുണ്ട്. ഇന്ന് വൈകുന്നേരം ഇപ്പോൾ എല്ലാം കഴിഞ്ഞാൽ പണിപ്പുരത്തെ പെട്ടിയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴുണ്ട് ബിഗ് ബോസിനെ വെറുതെ ഒന്ന് മൂപ്പിച്ചാലോ എന്ന് വെച്ചിട്ട് എന്തോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്ത് പക്വത, എന്താ അവന്റെ സ്ഥിതി എന്നുള്ളത് ആലോചിച്ച് നോക്കാം അല്ലേ. ഞാൻ കാണുന്ന ആദ്യത്തെ സീസണിലാണ് ബിഗ് ബോസിന് ഒട്ടും റെസ്പെക്ട് കൊടുക്കാത്ത ആൾക്കാർ. അതെ ബിഗ് ബോസിനോട് ഒരു റെസ്പെക്റ്റും ഇല്ല. എന്തൊക്കെയോ സംസാരിക്കുക. ബിഗ് ബോസ് പോലും സംസാരിക്കുമ്പോൾ എണീറ്റ് നിന്നില്ല എന്ന് പോട്ടെ, വെല്ലുവിളിക്കുക, തിരിച്ചു ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുന്ന സീസൺ. അതുപോലെ നിവിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചൊക്കെ ഇഷ്ടമല്ല. ഒരു പേഴ്സണലായിട്ട് എനിക്ക് കുറച്ചൊരു ഇഷ്ടമായിരുന്നു. കാരണം ഒരു എന്റർടൈൻമെന്റ് ആണ്. നമ്മള് ലൈവ് കാണുന്നവർക്കറിയാം നിവിനൊരു രസമായിരുന്നു. പക്ഷെ നിവിൻ എന്തൊരു അബദ്ധമാണ് കാണിച്ചത്. അബദ്ധം പറ്റി. അല്ലെങ്കിൽ നിവിന് പറയായിരുന്നു ഞാൻ പോണില്ല, സോറി ബിഗ് ബോസ്, ഞാൻ അപ്പത്തെ ഇതിൽ പറഞ്ഞാന്ന് പറഞ്ഞാൽ അവിടെ നിന്നാ മതിയായിരുന്നു. എന്ത് പൊട്ടത്തരത്തിന് ഇറങ്ങി പോയതെന്ന് അറിയില്ല. അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ശരിയല്ല. അബദ്ധമല്ല പറ്റി, തെറ്റുമല്ല പറ്റി. ഓൻ അനാവശ്യമായിട്ടുള്ള അഹങ്കാരം എടുത്തു. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഈ വിഷയത്തിലേക്ക് ആ വിഷയത്തിലേക്ക് വരുന്ന സമയം സംസാരിക്കാം. അല്ല, നല്ല നമ്മൾ ഓരോരോ ഇപ്പോൾ ഒന്നാമതെന്ന് വെച്ചാൽ എപ്പിസോഡ് റിവ്യൂ ആയതുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ നിവിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അല്ലേ നല്ലത് അല്ലേ? ഓക്കെ. അപ്പോൾ രാവിലെ തന്നെ സംഭവം ഈ നിവിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ആ നടന്ന സംഗതി പറയണമല്ലോ. അതിപ്പോൾ ഒരുവിധം എല്ലാവരും എപ്പിസോഡ് കഴിഞ്ഞ സ്ഥിതിക്ക് ഒരുവിധം എല്ലാവരും എന്താണ് യഥാർത്ഥത്തിൽ നടന്നെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. രാവിലെ തന്നെ അവിടെ ആ ബർഗറിനെ ചൊല്ലിയിട്ടും മറ്റേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ജിസേലും അനുമോളും തമ്മിൽ ഭയങ്കര ഇഷ്യൂ ആണല്ലോ അല്ലേ? അതിന് തുടർന്നിട്ടുണ്ടായ സംഭവമാണ്. ഒരു കാര്യം ഷുവറാണ്, ജിസേലിന് മേക്കപ്പ് ഐറ്റംസ് കിട്ടുന്നുണ്ട് അല്ലേ? വളരെ കൃത്യമായിട്ട്. ഷെയറിങ് ഈസ് നോട്ട് കെയറിങ് എന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഷെയർ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ സ്വേച്ഛാധിപതി ആയതുകൊണ്ടെന്നറിയില്ല, അതിന് മുന്നേ അത് പിന്നെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ജിസേലിന് പ്രത്യേക റൂൾസാണ് ആ ബിഗ് ബോസിലുള്ളത് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ആ ഒരു സംഭവമാണ് അനുമോൾ അവിടെ ചോദ്യം ചെയ്തിട്ടുള്ളത്. ഈ എപ്പിസോഡിൽ വളരെ കൃത്യമായിട്ട് കാണിച്ചു. നമ്മളതിന് രാവിലെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്ത് കൃത്യമായിട്ട് കാണിച്ചതാണ്. ടിഷ്യൂ എടുത്തിട്ട് ചുണ്ടിൽ ഒപ്പാണ് ചെയ്തത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരാളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് കടന്നു കയറി തൊടാനുള്ള അധികാരം ഒരാൾക്കും ഇല്ല ബിഗ് ബോസിൽ. അതിൽ എല്ലാവരും ഈക്വലാണ്. അതിൽ യാതൊരുവിധ പെർമിഷൻ ഇല്ലാതെ വിതൗട്ട് പെർമിഷൻ ഒരാളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് കയറുക, ദേഹത്ത് തൊടുക എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് അനുമോൾ ചെയ്തത് തെറ്റാണ്, മണ്ടത്തരാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇത് പുഷ് ചെയ്തു. അവിടെയാണ് ഇതൊരു സംഭവം ഉള്ളത്. ഇതിപ്പോൾ സംഗതി എന്താ അറിയോ? ഇപ്പോൾ ജിസേൽ ഒരു പക്ഷേ ചിലപ്പോൾ ആ തൊട്ടതിന് റിയാക്ട് ചെയ്തിട്ട് തിരിച്ച് പുഷ് ചെയ്യാതെ നേരെ ക്യാമറയിൽ പോയി എൻ്റെ ശരീരത്തൊട്ട് എനിക്ക് പ്രോബ്ലം ഉണ്ട്, ഫിസിക്കൽ അസോൾട്ടാണ് എന്ന് പറഞ്ഞ് ജിസേൽ കംപ്ലൈൻറ്റ് ചെയ്തിരുന്നെങ്കിൽ തിങ്സ് വുഡ് ഹാവ് ബീൻ ഡിഫറെൻറ്റ്. സത്യല്ലേ? ഇതൊരു അബദ്ധം. അത് ജിസേലിൻ്റെ ഭാഗത്ത് പറ്റിയിട്ടില്ല. അനുമോളെ എതിരെ ആക്ഷൻ എടുക്കാനും ഒരു പക്ഷേ ചിലപ്പോൾ പുറത്താക്കാനും വേണ്ടിയിട്ടുള്ള നല്ലൊരു കാരണമാണ് അവിടെ ജിസേൽ കുളിച്ചിട്ടുള്ളത്. പിന്നെ കരഞ്ഞു മോങ്ങി എന്തൊക്കെയോ പരിപാടിയും കാര്യങ്ങളൊക്കെ കാണിച്ചു. പക്ഷെ ഇതൊക്കെ ശരിയാണ്, അനുമോളെ ഭാഗത്ത് തന്നെയാണ് തെറ്റുണ്ടായിട്ടുള്ളത്. അതിൽ യാതൊരു സംശയം. തുടക്കം അനുമോളെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. പക്ഷെ തുടക്കത്തിൻ്റെ കാരണം ഇതാണ്, തെറ്റുണ്ടായത് അനുമോളെ ഭാഗത്ത് തന്നെയാണ്. പക്ഷെ ഇത് എന്താ സംഭവിച്ചാൽ ഇന്നത്തെ എപ്പിസോഡ് നല്ല ദിവസം കംപ്ലീറ്റ് ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് തൂക്കുന്നത് അനുമോളാണ് അല്ലേ വിധു? കാരണം എന്താ വെച്ചാൽ എല്ലാവരും കൂടി കുറേ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടി കോർണർ ചെയ്യാം. ഒരു ഭാഗ്യം എന്താ വെച്ചാൽ, ഭാഗ്യമല്ല, അനുമോളെ ഭാഗത്തുനിന്ന് ആദിലയ്ക്കും നൂറയ്ക്കും കുറച്ചെങ്കിലും അവിടെ മനസ്സിലായി അല്ലേ വിധു? കാരണം വെച്ചാൽ അവർക്ക് ആദ്യം തന്നെ അവർ ജിസേലിനോട് പോയി ചോദിച്ചു. അതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം. കാരണം ഈ വിഷയം എത്ര സീരിയസ് ആയിട്ട് വരുന്നതിന് മുന്നേ തന്നെ ആദില നൂറയും കൂടി പോയിട്ട് ജിസേലിനോട് എന്താ ഉണ്ടായതെന്ന് ചോദിച്ചു. അപ്പോൾ ഇതാണ് ഈ ടിഷ്യൂ വെച്ച് ഒപ്പിയതാണെന്ന് പറഞ്ഞു. പിന്നീട് ആള് കൂടിയ സമയത്ത് ചർച്ച ചെയ്തപ്പോൾ പിന്നെ അത് കഴുത്ത് പിടിക്കലായി. ഇങ്ങനത്തെ പരിപാടി ഇല്ല, യഥാർത്ഥത്തിൽ പിടിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ ടിഷ്യൂ എടുത്തിട്ടേ ഇങ്ങനെ ഒപ്പിയതാ. ചെയ്യാൻ പാടില്ലായിരുന്നു, തെറ്റന്നെയാണത്. പക്ഷെ അത് നേരെ കഴുത്ത് പിടിച്ചു എന്നാക്കി. ഇതൊക്കെ പോട്ടെ, അവർ തമ്മിലാണല്ലോ പ്രശ്നം. നെവിന് എന്തിൻ്റെ കേടാ?
അവൻ എന്തിന്റെ കേടായാലും അത് തീർത്തു കൊടുത്തു അല്ലേ? ബിഗ് ബോസിന് തന്നെ ദേഷ്യം വന്നിട്ടുണ്ടാവും. അത് ലൈവ് കണ്ടവർക്ക് അറിയാം. ഓരോ പിന്നെ ക്യാമറയുടെ ഒക്കെ മുമ്പ് പോയിട്ട് പറയണ അത്രയും ശിക്ഷ കൊടുത്തില്ല. ഒന്നില്ലെങ്കിൽ അനുമോളെ ഇവിടുന്ന് പറഞ്ഞേക്കുക, അല്ലെങ്കിൽ എല്ലാ നോമിനേഷനിലും അനുമോളുടെ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് വിട്ടണം, അങ്ങനെ പറയാനൊന്നും പാടില്ല. അതിനൊക്കെ അധികാരവും അവകാശം ബിഗ് ബോസിനും ഉള്ളൂ. പിന്നെ ബിഗ് ബോസിന് കുറെ ടീമുണ്ട്, അവരിതൊക്കെ നോക്കി നോക്കി എല്ലാം തീരുമാനിക്കുക. അല്ലാണ്ട് നിവിനൊരാൾ പറഞ്ഞു വെച്ചിട്ട് ഒരാൾക്ക് ശിക്ഷ കൊടുക്കുന്നില്ല. അത് ഇന്നേ വരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ബിഗ് ബോസിൽ. അല്ല, ഇത് പറയാ ഇവൻ ആരാ ഇത്? അതെ, ഇവൻ ആരാ? സത്യം പറഞ്ഞ ഞാൻ പല പ്രാവശ്യം എന്റെ വീഡിയോ ഞാൻ ഇതന്നെ ചോദിച്ചിട്ടുണ്ടാവും, ഇവിടെ ഇവൻ ആരടാ ചോദിക്കാൻ. ഇവന് പറയാൻ വേണമെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു, ഇങ്ങനെ സംഗതി നടന്നു, ഹീറ്റ് ഓഫ് ദ മൂവ്മെന്റ് ആണ്, ഈ തിരക്കടില്ല. ഇത് ഞാൻ എന്തോ ഭയങ്കര സംഭവമാണ്. ഇതെന്താണെന്നറിയോ? സത്യം പറഞ്ഞാൽ ഫോൾട്ട് ബിഗ് ബോസിന്റെ അടുത്താണ്. തുടക്കം തൊട്ടേ നെവിൻ കാണിക്കുന്നതെല്ലാം കുസൃതിയാണ്, എന്റർടൈൻമെന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് അതിനെ അങ്ങനെ കൊണ്ടുപോവായിരുന്നു. ബിഗ് ബോസ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവ ഇങ്ങനെ അവിടെ ഉള്ളവരും എനിക്ക് തോന്നുന്നു കുറെയൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ള കാര്യം. പക്ഷെ ബിഗ് ബോസ് അത് ചോദിച്ചല്ലോ, നിങ്ങൾ ഈ ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം അറിയോ? ഇവൻ പലതും കട്ടെടുത്തുകൊണ്ട് പോണതും പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് ആ ചിപ്സൊക്കെ അതൊന്നും എനിക്ക് ഞാൻ അന്ന് തന്നെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ചിപ്സ് വറുത്ത് കഴിക്കുക, രാത്രി ഭക്ഷണം എടുത്ത് കഴിക്കുക, പിന്നെ പോരാത്തിന് സോഫേൻ്റെ ഇടയിൽ പോയി ഇവരൊക്കെ കൂടെ കിടന്നതൊക്കെ ഓർമ്മയില്ലേ, കിടന്നുറങ്ങുക. ഇതെല്ലാം ബിഗ് ബോസിനെ വെല്ലുവിളിച്ചുകൊണ്ട് എന്തോ ഒരു പ്രത്യേക പവർ അവിടെ ഉണ്ട് എന്നുള്ള കണ്ടീഷനിലാണ് നെവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു സംഗതി ഉണ്ടായിട്ടുള്ളത്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇതന്നെയല്ലേ ബിഗ് ബോസ് ചോദിച്ചിട്ടുള്ളത്, നിങ്ങൾ ഇവിടെ കിടന്ന് കാണിക്കുന്നതും മൈക്ക് ൂരിട്ടുള്ളതും കാണിക്കുന്ന പല കാര്യങ്ങളും കോപ്രായങ്ങൾ എന്നാണ് പറയേണ്ടത്. ബിഗ് ബോസ് അതല്ല പറഞ്ഞിട്ടുള്ളത്, പല കാര്യങ്ങളും ഞങ്ങൾ കാണുന്നുണ്ട്. അതാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്ന് അപ്പം ഇതിന്നിങ്ങനെ കൂടി ഡിഗ്രി വളം വെച്ചിട്ട് പോനെന്നെ സ്വയം തോന്നി ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ളത്. ആ ഒരു സംഗതി. അല്ലെങ്കിൽ ഇപ്പോൾ അനുമോളും ജിസേലും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇവരെന്തിനും ഈ പാവാടവള്ളിയായിട്ട് നടന്നിട്ട് ഇപ്പോൾ ജിസേലിൻ്റെ പാവാടവള്ളിയായിട്ട് ഇന്ന് രാവിലെ തന്നെ വേറെ സംഭവം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ എപ്പിസോഡ് തന്നെ കാണിക്കുന്നുണ്ട്. രാവിലെ ലൈവ് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ ടോർച്ചർ ചെയ്യണം എന്നിട്ടാണ് തുടങ്ങുന്നത്. ഈ ടോർച്ചർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആരെ ടോർച്ചർ ചെയ്യണം എന്നുള്ള അനുമോളെ ടോർച്ചർ ചെയ്യുന്നുള്ളത്. ഒരു കാര്യമുണ്ട്, ഇവരൊക്കെ പാടെ ടോർച്ചർ ചെയ്ത് ജയിപ്പിക്കും. അതിന് മുഖ്യ ജയിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക പേഴ്സണൽ ഫേവറേറ്റ് ഇല്ല. എനിക്ക് എല്ലാ പ്രാവശ്യവും സത്യസന്ധമായി പറയുകയാണെങ്കിൽ കണ്ട് മനസ്സിന്റെ ഉള്ളിൽ ഒരു പേഴ്സണൽ ഫേവറേറ്റ് വരാറുണ്ട്. അത് എനിക്ക് ഇപ്രാവശ്യം ഇതുവരെ എനിക്ക് തോന്നിയില്ല. കഴിഞ്ഞ വർഷം അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. അതിന്റെ മുമ്പത്തെ ഇതുവരെ നമുക്ക് ഇഷ്ടം തോന്നും ചില ആൾക്കാരോട്. ഇത് അങ്ങനെ ഇല്ല. അതുകൊണ്ട് നമുക്കിപ്പോ ആര് ജയിച്ചാലും എനിക്കൊന്നുമില്ല. എന്നാലും ഞാൻ പറയാണ്, ഇവര് ഈ വീട്ടിലുള്ളവര് അനുമോളെ അവിടെ എത്തിക്കും. അഖിൽമാരാരുടെ സീസണിലൊക്കെ ആദ്യത്തെ ആഴ്ച തന്നെ ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അഖിലിനെ എതിർത്തിരുന്നു. ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അഖിലിനോട് ഇഷ്ടം തോന്നിയിട്ട് പിന്നെ നമ്മളെ പറഞ്ഞിരുന്നില്ല നമ്മൾ PR ആണ് അഖിലിന് വേണ്ടി വാദിക്കുകയാണെന്നുള്ളതൊക്കെ പറഞ്ഞു. അവരുടെ കഴിവാണ്. അഖിലിന്റെ ആയാലും റോബിന്റെ ആയാലും റിയാസിന്റെ ആയാലും ഒക്കെ രജിസ്റ്റർ അവരൊക്കെ കഴിവാണ്. അല്ലാണ്ട് ഇതിൽ അങ്ങനത്തെ ഒന്നും ഇല്ല. ഇതിപ്പോ അനുമോൾക്ക് ഒന്നും അതിന് മാത്രമുള്ള ആ സംഭവം ഒന്നും ഇല്ല അനുമോളൊന്നും. പക്ഷെ അനുമോൾ അവിടെ എത്തും. ഇവർ അത്രയധികം ടോർച്ചർ ചെയ്യുന്നുണ്ട്. ആ കുട്ടി തിരിച്ചും പ്രതികരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ബോൾഡായിട്ട് പ്രതികരിക്കുന്നുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടയ്ക്ക് ചെയ്യണമുണ്ട്. പക്ഷെ അതിൽ ഇരട്ടിയായിട്ട് ഇവര് വല്ലാണ്ട് അക്ബറും ടീമും അക്ബർ എന്തെങ്കിലും മിണ്ടാൻ കാത്തുക്കുമ്പോ ഒരു ചീവീട് പോലെ വരും. ആര്? നമ്മളെ റെന. അപ്പൊ ശരിക്കും അറിയാണ്ട് പറഞ്ഞു എനിക്ക് ഇറിറ്റേഷൻ, ഭയങ്കര ഇറിറ്റേഷൻ. എനിക്ക് റെന സംസാരിക്കുമ്പോ ഇറിറ്റേഷൻ വരും. ആ റെന അപ്പൊ തുടങ്ങും ഇവരെല്ലാരും കൂടി എന്നിട്ട് ഇങ്ങനെ വൃത്തികേട് പറയാ, എന്തൊക്കെയോ പാട്ടുകൾ ഉണ്ടാക്കുക, അനുവിനെ പറ്റി പാട്ട് പാടുക. ഇതൊന്നും ശരിയുള്ള കാര്യമല്ല. ഇത് ഒരു നോർമൽ കണ്ടീഷനിൽ പ്രൊവോക്കിംഗ് ഉള്ളുന്ന് വരികയാണെങ്കിൽ തർക്കമില്ല. ഇത് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് കാണുന്നവർക്ക് അത് ഭയങ്കര എനിക്കെന്തോ പേഴ്സണൽ ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് അക്ബർ വായ പൊളിക്കുന്നത് തോന്നിയാസം പറയാനാണ്. സീരിയസ് ആയിട്ട് പറയാം. അവൻ്റെ നാക്കവൻ കൺട്രോൾ. പിന്നെ ഞാൻ പറയാം, ഇത് ലാലേട്ടൻ ചോദിച്ചേ പറ്റുള്ളൂ. കണ്ടവന്റെ കൂടെ നടന്നിട്ട് എന്ന് അനുമോളോട് പറഞ്ഞു. പക്ഷെ അനുമോൾ അത് ഇഷ്യൂ ആക്കിയില്ല. അതായത് അനുമോളെ പുഷ് ചെയ്ത കാര്യം ഇഷ്യൂ ആക്കിയില്ല. നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് അനുമോളെ PR ആക്കോട്ടെ, ഇനി എന്താ ആയിക്കോട്ടെ, പ്രശ്നമില്ല. നമുക്ക് ഇനി എന്ത് പറഞ്ഞാലും നമുക്ക് വിഷയം അതിനുള്ള മറുപടി നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസം ഓരോരുത്തരും PR ആകുന്നതൊക്കെ എല്ലാവരും PR തരുന്നുണ്ട്. പോട്ടെ. അപ്പൊ കണ്ടവന്റെ കൂടെ നടന്നിട്ട് ഈ കണ്ടവന്റെ കൂടെ നടന്നിട്ടല്ലേ എന്ത് വർത്താനം പറയുന്നത്? എന്ത് സംസ്കാരമുള്ളതാണ്. അതെ, സീരിയസ് ആയിട്ട്. അതിനിടയ്ക്ക് അപ്പാനി ഒരു ലോക തോൽവി. വിഡ്ഢിത്തരം പറയാൻ ആ ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും വേറൊരാളില്ല. കാരണം എല്ലാത്തിനും ഒരു വിഡ്ഢിത്തരം കണ്ടുപിടിക്കും. അതൊരു വിഡ്ഢിയാസനം ശരിക്കും തോന്നിപ്പോയിട്ട് പല കാര്യങ്ങളിലും. ഇതിപ്പോ റെനയ്ക്ക് ഭക്ഷണം കുറച്ചുകൂടി വേണം.
ചോറ് എടുത്തു കൊടുത്തപ്പോ അനുമോളോട് എനിക്ക് കുറച്ചുകൂടി വേണം കുറച്ചുകൂടി, അപ്പൊ അനുമോളോട് കഴിച്ചിട്ട് വന്നിട്ട് തരാം, ബാക്കി കഴിച്ചിട്ട് വന്നിട്ട് തരാം. പക്ഷെ റെന പറഞ്ഞു എനിക്ക് ഇപ്പൊ തന്നെ വേണം, വേണമെങ്കിൽ അനുമോൾക്ക് തുള്ളി കൊടുത്താൽ മതി, അല്ലെങ്കിൽ റെനയ്ക്ക് കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി രണ്ടാമത് ചോദിച്ചാൽ കൊടുക്കും. അപ്പൊ അക്ബർ പറയുന്നുണ്ട് രണ്ടാമത് നീ അവൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചത് കൊടുക്കുക. അപ്പൊ അനുമോള് പറയുന്നത് നിങ്ങൾ വേറെയുള്ള ഫുഡൊക്കെ കഴിക്കണില്ലേ, ഇത് ഞങ്ങൾക്കും കൂടി ഉള്ളതാണ്, ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് അവൾക്ക് വേണമെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതിൽ റെന ദേഷ്യപ്പെട്ടിട്ട് ഇപ്പൊ തന്നെ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ചീവീട് പോലെ കുറെ പറഞ്ഞു, എനിക്ക് എന്താ ഫുഡ് തരില്ലേ അരിച്ചിട്ട് അതിലിട്ടു. ഇതൊക്കെ കഴിഞ്ഞിട്ട് റെന ഭക്ഷണം കഴിക്കാണ്ട് അവിടെ പോയി ഇരുന്നപ്പോ മറ്റവൻ പോയിട്ട് ആര് നിനക്ക് വേണോ, നിനക്ക് ചോറ് വേണോ വേണമെങ്കിൽ പറയാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എന്താ പറയാ പ്രൊട്ടക്ട്, രണ്ട് പെണ്ണുങ്ങളും ഉണ്ട്, കുറെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കുറെ ചുറ്റും കുറെ ആണുങ്ങളും ഉണ്ട്. ഒരു ഗിസേല്, ഒരു മെയിൻ ഗിസേല് അതിന്റെ കാല് തടവി കൊടുക്കണ റെന ഫാത്തിമയും ഇവരെ രണ്ടാളെയും പ്രൊട്ടക്ട് ചെയ്ത് ചുറ്റും ഇങ്ങനെ തിത്തരികട ഇത് കളിച്ച് നടക്കുന്ന കുറെ പാവാട വള്ളികളും. പക്ഷെ ഇതിലൊക്കെ ഒരു കാര്യം പറയട്ടെ, ഈ ജിസേൽ എന്ന് പറഞ്ഞ ആളുടെ ക്യാരക്ടർ അത്ര മോശമല്ല, വിറ്റങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അതിനെ പറയേണ്ടി വരുന്നത്. ഇവരുടെ കൂടെ ഇരിക്കുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യം ജിസേല് അനുമോളുമായിട്ട് നല്ല ഗെയിമാണ്, അവര് തമ്മിൽ ശത്രുത എന്ത് ആണെങ്കിലും അവര് നല്ല അസല് ഗെയിമാണ് കളിക്കുന്നത്. ഇതിന്റെ ഇടയിൽ കിടന്നിട്ട് കളിക്കണവരാണ് ഈ അതിനെന്താ പറയുക, ഇത് സ്വന്തമായിട്ട് കോണ്ടന്റ് ഉണ്ടാക്കാൻ കഴിവില്ല. അപ്പാനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? വായ പൊളിക്കുന്ന പൊട്ടത്തരം പറയാൻ എന്തെങ്കിലും അപ്പാനി ഫലിതങ്ങൾ തന്ന കാര്യം എന്തെങ്കിലുമൊക്കെ പറയും. ഇതൊക്കെ അനീഷിനെ ചീത്ത പറയും, അതെ, അല്ലെങ്കിൽ അനുമോളെ ചീത്ത പറയും. ഇപ്പൊ എന്താ പറയാ, മരപ്പാട് നാടകക്കാരി ഗുണമില്ലാത്തോള് എന്തൊക്കെ പറയണത്. പക്ഷെ പറഞ്ഞോട്ടെ, അത് പറഞ്ഞോളൂ. അത് ഈ പറയുന്തോറും അനുവിന് ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളും കൂടി. അതേപോലെ തന്നെ ശരത്തിന്റെ ഒരു പ്രഖ്യാപനാണ് എന്റെ ചില എന്തിനാണ് പോയതെന്ന് നമ്മള് മറ്റേ നിവിൻ എന്തിനാ പോയി? നിവിൻ അല്ലല്ലോ പോണ്ടത്, അനുമോളല്ലേ അവളല്ലേ തെറ്റ് ചെയ്തത്. മണ്ടനാണ് കാരണം അവിടെ തെറ്റ് ചെയ്ത ബേസിലൊന്നും അല്ല പുറത്താക്കി. അങ്ങനെയാണെങ്കിൽ ജിസേലിനെയും പുറത്താക്കും. ഇതൊന്നല്ല, ഇത് ബിഗ് ബോസിനെതിരെയുള്ള ഒരു വെല്ലുവിളി പോലെയാണ്. ഒരു ബന്ധമില്ലാത്ത കേസിൽ വെല്ലുവിളിച്ചിട്ട് പുറത്തായതല്ലേ രസം കേൾക്കും. ഇത് അപ്പാനി ഇന്ന് ക്യാപ്റ്റനാണ്, പറയേണ്ടതാണ്, ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കണോ കാണിക്കണം, ഇത് പറയണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇതിന് പകരമായിട്ട് എന്താ സംഭവിച്ച് അവിടെ ചെന്നിട്ട് അതിക്രൂരമായിട്ട് കഴുത്തിനൊക്കെ പിടിച്ചു എന്നൊക്കെ പോയി പറഞ്ഞു. ഈ ചെങ്ങായി എവിടുന്ന് കണ്ടിട്ട് പോലും അതിക്രൂരമായി ഉപദ്രവിച്ചു ജിസേലിനെ എന്നൊക്കെ കഷ്ടം തോന്നിപ്പോയി. ആ വർത്താനം പറഞ്ഞതിന്റെ ഇടയിൽ കൂടി ഇതൊക്കെ ഈ ബിഗ് ബോസിനെ ട്രിഗർ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെ അറിയോ? ഈ വർത്താനം അപ്പാനി പറഞ്ഞതിന്റെ ഇടയിൽ കൂടി മറ്റേ രാജാവ് ഉണ്ടല്ലോ, രാജാവായിട്ട് ഓനെ നിയമിച്ച പോലെ ഞാൻ ജീവിതത്തിൽ രാജാവായി എന്നുള്ള നെവിൻ മാറ്റി വെച്ചിട്ട് പറയണേ, അനുമോളെ പാമ്പർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാമ്പർ ചെയ്തോ, ഞാൻ പൊയ്ക്കോളാം. മനസ്സിലായോ? അതൊക്കെ ബിഗ് ബോസിന് ഭയങ്കര ട്രിഗർ ചെയ്യണ സാധനമാണ്. ഇതൊക്കെ ഈ ലോകത്തുള്ള എത്ര അധികം ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞ വർത്താനാണ്. നിങ്ങൾ പാമ്പർ ചെയ്യണമെങ്കിൽ പാമ്പർ ചെയ്ത് പറഞ്ഞാൽ പുറത്തേക്ക് കൊടുക്കണ ന്യൂസ് മെസ്സേജ് എന്താണ്? പിന്നെ ഈ ചങ്ങായിനൊക്കെ തിരിച്ച് വിളിക്കാൻ പാടുമോ? നമുക്ക് അല്ല കൊണ്ടുവരാ. പക്ഷെ ഞാൻ പറയട്ടെ, നമുക്ക് അവര് പുറത്തേക്ക് ഈ ഒറ്റ കാര്യം കൊണ്ട് പുറത്തേക്ക് പോകണ മെസ്സേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്ക്രിപ്റ്റഡ് ആണ്. ഇതിന് ചില ആൾക്കാർക്ക് ഫേവറിസം ഉണ്ട്, ഫേവർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഇത് പുറത്തേക്ക് പോകുന്നത്. എന്തായാലും വല്ലാത്തൊരു പിന്നെ അവന് നഷ്ടപ്പെടാനൊന്നുമില്ല. ഓൻ ബിഗ് സീറോ ആയിട്ട് വന്നാണ്. ഇപ്പൊ അതിലേറെ വലിയ മുട്ടയായിട്ടാ പോയിക്കണം ആനമുട്ട. പക്ഷെ സംഗതി ഇന്ന് പൊന്തിയത് ആദില നൂറ, എസ്പെഷ്യലി നൂറ കറക്റ്റ് ടൈമിന് ഫയർ ചെയ്തു. അത് വലിയൊരു പോയിന്റ് ആട്ടോ. ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും അക്ബറിന്റെ ഒക്കെ പോലെ അപ്പാനിന്റെ പോലെ വെറുതെ നേരം തോക്കെടുത്തിട്ട് കടകടാരെന്ന് നടന്നിട്ട് കാര്യമില്ല. റൈറ്റ് ടൈമിന് ഫയർ ചെയ്യണം. അവരിന്ന് റൈറ്റ് ടൈമിന് ഫയർ ചെയ്തു. ശരിക്കും പറയട്ടെ, ഇതായിരുന്നു ശരിക്കും ഗെയിം. ഒരാള് ഇവരൊക്കെ എന്തിനാ അവിടെ നിൽക്കണം? ഓരോരുത്തരെ പുറത്ത് കളയാനാ. അപ്പൊ ഈ ഒരാള് പുറത്തു പോകാൻ ഒരു അവസരം വന്നാ കരഞ്ഞ് കാല് പിടിച്ച് പോണ്ടാന്ന് പറയല്ല അവര് ചെയ്തത്. അവിടെ നീ അങ്ങനെ തീരുമാനം എടുത്തു വെച്ചാൽ പോകുന്നു. അല്ലാണ്ട് എന്തായാലും ലാലേട്ടന്റെ എപ്പിസോഡിൽ വീക്കെൻഡ് ആയിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ പോകും. അപ്പൊ ഇതിന് മുമ്പ് പോയി വിചാരിച്ചാൽ മതി. അല്ല മാത്രല്ല വെല്ലുവിളിച്ചിട്ട് ഇതിന് ഒരു ബന്ധമില്ല. ബിഗ് ബോസ് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്താ അറിയോ? നീ എന്താണ് ക്യാമറയുടെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ചോദ്യം മനസ്സിലായില്ലേ? എന്താണ് ബിഗ് ബോസിന് ഇന്ന് ശരിക്കും ബിഗ് ബോസിന് കരിച്ചു. കൂട്ടത്തിലൊരു കാര്യം കൂടി പറയട്ടെ, ബിഗ് ബോസ് ഇന്ന് വൈകുന്നേരം ഇവരെല്ലാവരും കൂടി വിളിച്ചു വരുത്തിയിരുത്തിയിട്ടേ എല്ലാവരോടും ചോദിക്കുന്ന ലൈവിലാട്ടോ, എപ്പിസോഡിൽ കാണിച്ചില്ല. ലൈവിൽ ബിഗ് ബോസ് ഇങ്ങനെ ഒരു 2 വേർഡ്സ് പറഞ്ഞിട്ട് കുറച്ചു നേരം പോസ് ചെയ്യുമല്ലോ, മിണ്ടാതിരിക്കുമല്ലോ. ഈ മിണ്ടാതിരിക്കുന്ന സമയത്ത് ഷാനവാസ് പറയാണ് ഈ മൗനാണ് ഏറ്റവും, ഈ നിശബ്ദതയാണ് ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്നതെന്ന് പറഞ്ഞപ്പോൾ മറ്റുണ്ടല്ലോ ആര്യൻ, അടുത്ത പണി അവനാണ്
കിട്ടേണ്ടത്, അടുത്ത പണി കിട്ടേണ്ടത്. ഇവ ഭയങ്കര അഹങ്കാരം, ഇങ്ങനെ ഒരുത്തൻ ഞാൻ കണ്ടിട്ടില്ല. ഇവ പറഞ്ഞ വർത്താനം എന്താ അറിയോ, ചിലപ്പോഴേ അടുത്ത ചോദ്യം എന്താ ചോദിക്കേണ്ടതെന്നുള്ള ആലോചിക്കും, അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യും. എന്താ ഇതൊക്കെ റെസ്പെക്ട് ഇല്ലാത്തൊരു ചിക്കൻ. ബിഗ് ബോസിന് ഒരു റെസ്പെക്റ്റും ഇല്ല. ഞാൻ പറയട്ടെ, കണ്ടസ്റ്റൻസിന് എന്തോ ആയിക്കോട്ടെ, അവര് ഗെയിം അല്ലേ, അതിൽ പ്രായമോ ഇതൊന്നും നോക്കണ്ട, റെസ്പെക്ട് ഒന്നും കൊടുത്തില്ലെങ്കിലും അവര് ഗെയിം കളിച്ചോളും എല്ലാവരും. പക്ഷെ ബിഗ് ബോസിനോട് ഒരു ലാലേട്ടനോട് കാണിച്ചില്ല, പോട്ടെ, ബിഗ് ബോസിനോടും ഇല്ല, ഒരു റെസ്പെക്റ്റും ഇല്ല. എല്ലാ കാര്യവും ഒരു തർക്കുത്തരം പോലെയാ പറയാ, ഒക്കെ ചെയ്യാ. എന്താ അങ്ങനെയെന്ന് അറിയില്ല, ഒക്കെ ഒരു അങ്ങനെ ആയിരിക്കും അങ്ങനെ വളർത്തു അബ്രിങ് എന്ന് പറയാൻ ഒരാൾ അവിടെ പറഞ്ഞല്ലോ, അത് വളർത്തു തന്നെ. പിന്നെ വേറെ സംഭവം ഉണ്ടാച്ചാൽ കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ടുള്ള സംഗതി, കൺഫെഷൻ റൂമിൽ വിളിച്ചപ്പോൾ സീരിയസ് ആയിട്ട് പറയാം, ഇനിയിപ്പോൾ ഇതും പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും PR ആക്കൂലോ. വളരെ കൂളായിട്ടാണ് അനുമോൾ ഇരുന്നത്, ശ്രദ്ധിച്ചോ, വളരെ കൂളായിട്ട്. അവിടെ പാനിക് ആയത് ജിസേലായിരുന്നു. അപ്പം ജിസേല് പാനിക് ആയതിനേക്കാൾ കൂടുതൽ ജിസേല് കരഞ്ഞു അനുമോൾക്ക് ഒരു ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണി എടുത്തു നോക്കി. പക്ഷെ അത് അവിടെ വളരെ, പക്ഷെ എന്താ പറയുക, ഒരു പാളിച്ച, 2 പാളിച്ച ജിസേലിന്റെ ഭാഗത്ത് പറ്റിപ്പോയത്. ഒന്ന് പുഷ് ചെയ്തതും രണ്ടാമത് കഴുത്ത് പിടിച്ചു എന്ന് പറഞ്ഞു. ഇത് അത് ഉണ്ടായിട്ടില്ല, അത് തെറ്റാണ്, അവിടെ തെറ്റായി പോയി. പിന്നെ അതിന് കുറച്ച് പാനിക്കായി. എന്തായാലും അതിൻ്റെ ഒരു കാര്യത്തിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്ന സമയത്ത് തീരുമാനിക്കുന്നുള്ള പറഞ്ഞിരിക്കുന്നത്, അത് നോക്കാം അല്ലേ. പിന്നെ പോണ പോക്കിൽ മറ്റവൻ്റെ അപ്പൊ വാതിലാണ് തുറന്നു, ഇവന്റെ ഇറങ്ങി ഓട്ടം, എന്തൊക്കെ ഷോ ആണ്. എന്റെ അഭിപ്രായത്തിൽ ആ ഒരു വാതിൽ മാത്രമല്ല, 2ാം വാതിലും 3ാം വാതിലും തുറന്ന് പുറത്തേക്ക് പൈപ്പിക്കണം അതിനെ വേണ്ടി. പിന്നെ എല്ലാരും ഒനിയിൽ പോയിട്ട് ജിസേലിനെ കുറെ പോയി കെട്ടിപ്പിടിച്ച് അതിന്റെ ഇടയിൽ കൂടി പോയി അതിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെ കാണണം. അഭിലാഷൊക്കെ വെറുതെ കേട്ടോ. ആ ചങ്ങായി ഇപ്പൊ എന്തെങ്കിലും ചെയ്യുന്ന വിചാരിക്കും, പക്ഷെ ഒന്നുമില്ല. അവനിങ്ങനെ സത്യം പറയാം, ഒന്നും വിചാരിക്കരുത്. അഭിലാഷ് ചെയ്തൊരു അഭിലാഷല്ലേ, അഭിലാഷ് എന്താന്ന് വെച്ചാൽ ഷാനവാസും അഭിലാഷും ഒരു ടീമായിരുന്നല്ലോ. ഷാനവാസ് പറഞ്ഞു, ഷാനവാസിന് ഇപ്പം പോയത് വിഷമൊക്കെ ഉണ്ട്, പക്ഷെ ഷാനവാസ് കുറച്ച് കാര്യം മനസ്സിലാവുന്നുണ്ട് ഷാനവാസിന്, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അതുകൊണ്ടാണ് പോയത്. അപ്പൊ ഷാനവാസ് ആണെങ്കിൽ പറയും ചെയ്തു അഭിലാഷിനോട്, എനിക്ക് എൻ്റെ ഒരു കണ്ടന്റ്, നീ എല്ലാവർക്കും വിഷമമുണ്ട്, നിന്റെ പോലെ തന്നെ വിഷമം എനിക്കുണ്ട്, പിന്നെ എൻ്റെ ഒരു കണ്ടന്റ് ആയിരുന്നു, ഞങ്ങളൊരു ട്രാക്ക് പിടിച്ചിട്ട് നടക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതാണ് നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ്, അത് അതിനേക്കാൾ വലിയത് ഇപ്പൊ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിൽ ഇയാള് പോയോട് കൂടിയിട്ട് അഭിലാഷ് പറയാം, വല്ലാത്തല്ലേ, എനിക്ക് വെറുത്തു പോയി, ഏറ്റവും വലിയ വിഷം ഷാനവാസാണെന്ന് പറഞ്ഞിട്ട് ഒനിയിൽ ഇവരുണ്ട് ഇപ്പൊ ഒനിയിലും അഭിഷേകും കൂടി ഇപ്പൊ അഭിഷേക് ചിലപ്പോ ഉണ്ടാവും. കാരണം കാര്യമായിട്ട് ആ ചങ്ങായി ഒന്നും കാണിക്കണല്ലോ ഇത്. അതുകൊണ്ടാണ് പെട്ടെന്ന് മാറിപ്പോയതാ. എന്താണ് അഭിഷേക് പഴയ സീസണിൽ അഭിഷേകിനെ ആലോചിച്ചിരിക്കുക. അപ്പൊ ഇപ്പൊ അതപ്പോ പറഞ്ഞ ഷാനവാസ് ഒറ്റയ്ക്കായി തോന്നുന്നു. ഇപ്പൊ ഷാനവാസിന് ഇനി അതിലേ നൂറേ ഉണ്ടാവുള്ളൂ, അനുമോളും. അല്ല രസം എന്താ പറയുക, ഇത് അത് വേണ്ടത് അല്ല, ഇത് ഫ്രണ്ട്ഷിപ്പ് പോയാൽ ഷാനവാസ് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. ഇത് ഏറ്റവും വിറ്റ് വെക്കേണ്ട എന്താ പറയുക, ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് കഴിഞ്ഞ ഒരാഴ്ചത്തെ കാണിക്കുന്ന സമയത്ത് ഇതാണ് കാണിക്കണം. അപ്പൊ പൊളിക്കും, അത് കാണിക്കണം ശരിക്കും. അപ്പോഴാണ് ശത്രുക്കളാവുള്ളൂ. അതെ അതെ അതെ. അപ്പൊ ഒന്നത്, പിന്നെ വേറെ എന്തോ ഒരു സാധനം ഞാൻ പറയാൻ എനിക്ക് കംപ്ലീറ്റ് ആയി. അഭിലാഷിന്റെ എന്തോ ഒരു കേസാണല്ലോ. ഞാൻ കഴിഞ്ഞ സീസണിലേ കാട്ടുതീ ഉണ്ടായിരുന്നു, കാട്ടുതീ ഭയങ്കര മൈൻഡ് ഗെയിമൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ മൂലയ്ക്ക് കൂടി ഇങ്ങനെ പോയിരുന്ന ചങ്ങായി ഉണ്ടല്ലോ, കാട്ടുതീ. സത്യം പറഞ്ഞാൽ ഏകദേശം അതേമാതിരിയൊക്കെ തോന്നും. കാരണം എന്താ വെച്ചാൽ ഇവൻ്റെ നടത്തവും ഇവൻ്റെ സംഭവമൊക്കെ തോന്നുന്ന സമയത്ത് എനിക്ക് തോന്നിട്ടോ ഇപ്പം എന്തെങ്കിലും പറഞ്ഞ് പൊന്തി വരും, ഇപ്പോൾ മാസാവും അങ്ങനെ വിചാരിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. എന്തായാലും ഒന്നും ഇതുവരെ കാണുന്നില്ല. പിന്നെ ആദില നോറ വിഷയത്തിൽ നെവിൻ പോണ പോക്കിൽ എന്തോ വലിയ ഫയർ കത്തിച്ചു പോയി എന്നാണ് ജിസേല് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പുറത്ത് എല്ലാവരും അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടാവും, എല്ലാവരും ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നു. ഭയങ്കര വിഷയമായി. നെവിൻ അത്രയും കളിക്കാൻ ബ്രില്യൻ്റ് ആണ് അവൻ, ലൈവിൽ പറഞ്ഞതാ, ബ്രില്യൻ്റ് ആണ് അവൻ പോയ പോക്കിൽ അത് നല്ലത് കൊടുത്തിട്ടാണ് പോയിക്കുന്നതൊക്കെ പറഞ്ഞു. എന്താ അറിയോ, അതായത് നിങ്ങൾ LGBT കമ്മ്യൂണിറ്റി റെപ്രസെൻ്റ് ചെയ്ത് വന്ന ആൾക്കാരാണ്, അവർക്ക് വേണ്ടി നിങ്ങളൊന്നും സംസാരിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് സാധനം ഇട്ടിച്ചിട്ടാണ് അവൻ പോയിക്കുന്നത്. പക്ഷെ അതിൽ നൂറും പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതമാണ് അതിനുള്ള എക്സാമ്പിൾ. എന്ത് അടിപൊളി, നല്ല പോയിന്റ്. ഞങ്ങളുടെ ജീവിതം അതിനുള്ള എക്സാമ്പിൾ. ഞങ്ങൾ അവർക്ക് അവരുടെ അപ്ബ്രിങ്ങിങ്ങിന് അല്ല, അവരെ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട, അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ലൈഫാണെന്ന് അവർ തന്നെയാണ് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് മറ്റേ പണ്ടത്തെ റിയാസൊക്കെ പറഞ്ഞ ഒരു ഫേക്ക് ഫെമിനിസം കളിച്ച് നടക്കുക, അവർക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു പറഞ്ഞു നടക്കുന്നില്ല. അവർ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ ലൈഫ് തന്നെ സമർപ്പിച്ചിട്ട് അവരത് കാണിക്കാനാണ് വന്നിരിക്കുന്നത്. എന്താ
എന്തായാലും വല്ലാത്തൊരു അയ്യോ അവര് കുറച്ച് ദിവസം കൂടി നിൽക്കണം, അവര് പിരിക്കാൻ അങ്ങനെ ഒരു സാധനം കേട്ടോ. അപ്പം ഇവരെല്ലാവരും പിരിക്കാൻ നടക്കുന്ന ആളത്ര അതാണ് അവർക്ക് എത്ര ദേഷ്യം തോന്നാൻ കാരണം. ശരിയല്ലല്ലോ, കുറെ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിലേക്ക് നൂറിക്കും ഇത്രത്തോളം നിവിനെ ഇഷ്ടമല്ലാതിരിക്കാൻ കാരണം ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പിരിക്കും, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണതിന്റെ മുമ്പ് പിരിയും, ഞാൻ പലവരുടെയും ഇത് റിലേഷൻ ഇങ്ങനെ പിരിച്ചിട്ടുണ്ട്. അത് ഇവര് സീരിയസ് ആയിട്ട് എടുത്തത്. ഇതാണ് റീസൺ ഷാനവാസും മറ്റുള്ളവരോട് പോയിട്ട് പറഞ്ഞപ്പോ, ആരോട് അഭിലാഷിനോടൊക്കെ പറഞ്ഞപ്പോ അഭിലാഷൊക്കെ പറഞ്ഞത് നിവിൻ അത് തമാശക്ക് പറഞ്ഞതായിരിക്കും. കാരണം നിവിൻ തമാശക്ക് ഇങ്ങനെയൊക്കെ പറയുന്ന ആളാണെന്ന്. അപ്പൊ ഷാനവാസും തമാശക്ക് ആവാൻ ചിലപ്പോ, പക്ഷെ അത് അവർക്ക് കൊള്ളേ. സ്വാഭാവികമായിട്ട് അവര് വേറുള്ളവരെ പോലെ ഫ്രണ്ട്സ് അല്ല, അവര് റിയൽ ലൈഫിൽ ഇതുപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നല്ല, അവർ റിയൽ ലൈഫിൽ തന്നെ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആൾക്കാരാ. അവരെ പിരിക്കാൻ ചെല്ലണമെന്ന് പറയുമ്പോൾ സ്വാഭാവികം. ഇപ്പൊ നമ്മുടെ ഇടയിൽ ഇപ്പൊ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരുത്തം വന്നിട്ട് പിരിക്കാൻ ചെല്ലുക പറഞ്ഞാൽ ഇവനെ വെൽക്കം ചെയ്യോ? അവര് ചോദിച്ചു, അവരെ ചവിട്ടി പുറത്താക്കില്ലേ ഇവിടുന്ന്? ബിന്നിനോട് ചോദിച്ചു. അതെ, ബിന്നിനോട് ചോദിച്ചു. നൂബിൻ അല്ലേ പേര്? നൂബിനും ബിന്നിയും തമ്മിൽ പിരിക്കും എന്ന് പറഞ്ഞാൽ ബിന്നിക്ക് ഇഷ്ടാവോ? സത്യം, വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. സത്യമില്ല, അവരെ ഭാഗത്തല്ലേ ന്യായം? ഇങ്ങനെ പിരിക്കാൻ നടക്കുന്ന ഒരുത്തിന് പിന്നെ അവരെ ആക്സെപ്റ്റ് ചെയ്യും. അവനെ പുറത്ത് ചാടിച്ചില്ലെങ്കിലേ അതിശയുള്ളൂ. ചാടിക്കേണ്ട ആവശ്യം അവൻ തന്നെ പോയതാണ്, ചാടിക്കേണ്ടതൊന്നുമില്ല. ആ ക്രെഡിറ്റ് ഞങ്ങൾ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഏറ്റവും രസം വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് അനുമോൾ അവിടെ അങ്ങനെ നിൽക്കുന്നു, ഇതെല്ലാം കൂടി എന്റെ പക്ഷെ ഒരു കാര്യമുണ്ട്, ഫൈനൽ 5 ഏറ്റവും ടോപ്പിൽ ഇപ്പൊ നിൽക്കുന്നത് അനുമോളനെ, അതിൽ യാതൊരു സംശയമില്ല. ഇനിയിപ്പോൾ അത് എന്തെങ്കിലും കോട്ടം സംഭവിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടി അതിനെ പിന്നെ അതേ കണ്ടീഷനിൽ പൊന്തിച്ചെത്തിക്കും. പിന്നെ ഏറ്റവും വലിയ എനിക്കിന്ന് ഓരോ ദിവസങ്ങളിൽ ടച്ച് ചെയ്ത സംഭവം എന്താ പറയുക, അതായത് എടുത്തു പറയത്ത കാര്യങ്ങൾ, ഈ എല്ലാ പാവാടവള്ളികളും കൂടിയിട്ട് ക്യാമറേൻ്റെ മുന്നിൽ പോയിട്ട് കൈ കൂപ്പി കെഞ്ചാണ് ബിഗ് ബോസിനോട് നെവിന് തിരിച്ചുകൊണ്ടിരുന്നത്. അവനൊരു അബദ്ധം പറ്റിയതാണ്, കെഞ്ചിങ് കൊണ്ടിരിക്കുക. അല്ല ഇഷ്ടം, ഇതൊരു ഗെയിമല്ലേ, ഗെയിം ഷോ അല്ലേ ഇത്. അപ്പൊ അവർക്ക് ബാക്കിയുള്ളവർക്കൊന്നും ഇഷ്ടമല്ലേ? എന്തോ ആയിക്കോട്ടെ, അത് അവർ ഇഷ്ടം പോലെ ചെയ്യട്ടെ അല്ലേ. എന്തായാലും മറ്റേ അപ്പാനി പറഞ്ഞാൽ ഇന്ന് പോണ പോക്കിന് അവൻ 2 അനുവിനിട്ടൊരു പൊട്ടിച്ചിട്ട് പോയിക്കോട്ടെ. എന്തിനാ അങ്ങനെയൊക്കെ സംഭവമാക്കി പറയണത് അവരറിയോ? അക്ബർ പോണ പോക്കില് 2 പൊട്ടിച്ചു പോയി. അക്ബർ പറഞ്ഞല്ലേ? അപ്പൊ അക്ബർ അപ്പാനിയല്ലേ പറഞ്ഞത്? അക്ബർ അത് പറയാ, അപ്പാനി പറഞ്ഞ പോലെ ചെയ്ത് പോയിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പൊ എന്നെ പറയാ അതന്നെ. എനിക്ക് പിന്നെ എന്താ വെച്ചാൽ കോറസ് ആണല്ലോ, ഈ കോറസില്ലേ പാട്ടുപാടുന്ന അക്ബർ പാട്ടുകാരൻ, ഓന്റെ കൂടെ പാടാനുള്ള ആളാണ് റന. അതായത് ഈ മറ്റേ തത്തല്ലേ, സത്യത്തിൽ തന്നെയാണ് ഈ ഇത് കുഞ്ഞു കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന തത്തല്ലേ. ഹലോ സുഖല്ലേ എന്ന് ചോദിക്കുമ്പോൾ തത്ത ഹലോ സുഖല്ലേ എന്ന് 3-4 വട്ടം ചോദിക്കുന്ന ആ തത്ത ഉണ്ടല്ലോ, അതാണ് ശരിക്കും റന. കാരണം അവർ പറഞ്ഞ് അവരെ കൂടെ നടന്ന് റാം മൂളി നടക്കുന്ന ഒരു സാധനം. എന്താ പറയുക, എന്തായാലും അപ്പാനീനെ ഒഫീഷ്യൽ PR ആയിട്ട് നിയമിച്ചു. അനുമോളുടെ PR ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കാൻ ഏറ്റവും യോഗ്യൻ അപ്പാണി അല്ലേ? മറ്റേ ഇപ്പം പറഞ്ഞാൽ എന്താ പറയുക ചെക്കൻ ആര്യം പറയണ പോലെ. പിന്നെ ലാസ്റ്റ് പണിപ്പുര ടാസ്ക് അൺലിമിറ്റഡ് അല്ലേ? എല്ലാവർക്കും ജിസേലൊന്നുമില്ല. അതെ ജിസേല് ഒക്കെ, പക്ഷെ ജിസേലിന് ഇപ്പോഴും നല്ല നല്ല ഡ്രസ്സ് ഉണ്ടല്ലോ അല്ലേ? എവിടെ? ആ വെള്ള ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, അതൊക്കെ ഉള്ളിൽ ഇന്നറൊക്കെ ഇട്ടിട്ട് കിടക്കല്ലേ? അതൊക്കെ ഇട്ട് കിടക്കുക. ആ ശരി, നല്ല ഡ്രസ്സൊന്നുമില്ല. അത് ജിസേലിന്റെ ഡ്രസ്സ് ലാലേട്ടൻ കൊടുത്തയച്ചോണ്ട് തിരിച്ച് അങ്ങോട്ട് പോയതുകൊണ്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് അല്ലേ? എന്തായാലും കുറച്ച് വൃത്തിക്കും മെനക്കും അവനെ സാധനങ്ങളൊക്കെ കിട്ടി നടക്കുമെന്ന് വിചാരിക്കുക. എന്താ അതിന്റെ അടുത്ത പരിപാടി എന്നുള്ളത് അറിയില്ല. രാത്രി ഇപ്പൊ അനുമോളുടെ എന്തോ സാധനം ആരോ എടുത്തോണ്ടിട്ടുണ്ട്. അത് എന്താ സംഭവിച്ചാല് കിറ്റ് എടുത്തോണ്ടിട്ടുണ്ട്. അതിന് എന്തൊക്കെയോ അല്ലേ, അനുമോള് രാത്രി ഉറങ്ങുന്ന സമയത്ത് എല്ലാരും ചൂടായി ബഹളം വെക്കുന്നുണ്ട്. അപ്പൊ ഒന്നും അറിയാത്ത പോലെ മറ്റേ ആര്യനും ജിസേലും അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പുറത്തെ അപ്പാനിനെയൊക്കെ പിടിച്ച് നീക്കിട്ടുണ്ട്. രാത്രി 1 മണിക്കൊക്കെയാണ് ഞാൻ ലൈവ് ഒന്ന് വെച്ച് നോക്കട്ടെ. വേറൊരു കാര്യം പറയാൻ മറന്നു, കൊറേ ശപിച്ചില്ലേ? അതെന്തറിയോ, അത് ശരിക്കും പറയുകയാണെങ്കിൽ അനുമോളുടെ എന്താ പറയാ കയ്യിൽ നിന്ന് പോണതായിരിക്കും. കാരണം അക്ബർ ഒരു പാട്ട് ഇങ്ങനെ പാടുകയാണ്. എന്ത് പറയട്ട പാട്ട് പാടുന്ന ശപിക്കുന്നവളെ അങ്ങനെ പാട്ട് പാടുക. ഇതിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നല്ലോണം ടീസ് ചെയ്യല്ലേ, കളിയാക്കിക്കൊണ്ടിരിക്കല്ലേ. അതിൽ ഇവക്ക് ദേഷ്യമായിട്ട് പറഞ്ഞതാ. ഉമ്മയ്ക്കും ഭയങ്കരമായിട്ട് പറഞ്ഞു. അല്ല അതിനങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവര് പറയല്ലേ പാട്ട് പാടിയിട്ട് മറ്റേ രീതിയിൽ പ്രൊവോക്ക് ചെയ്തോണ്ട്. വേറെ മാർഗല്ലേ പറയല്ലോ, പറയട്ടെ. ശബിക്കാണ് കണ്ണോക്കി അനുഭവിച്ചിരിക്കും. എന്റെ ഈ കണ്ണീരിന് നിങ്ങള് പകരം അങ്ങനെ എന്തൊക്കെയോ ശപിച്ചു. പിന്നെ വേറൊരു സംഭവത്തിലുള്ള എന്താ വെച്ചാൽ ഇന്ന് പിന്നെ നടന്നിട്ടുള്ളൊരു സംഗതി വിധം ഈ പ്രാക്കിൻ്റെ ഒരു കേസ് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഗിസേലിൻ്റെ വീട്ടിലൊരു മരണം നടന്നിട്ടുണ്ട്.
അമ്മേൻ്റെ അനിയത്തി മരിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതിൻ്റെ കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ് അനുമോളിൻ്റെ പ്രാക്ക് കാരണമാണ് സംഭവിച്ചതെന്നുള്ള രീതിയിലാണ് കമൻസ് വരുന്നത്. ഇനി അനുവിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ദയവ് ഇത് ചെയ്യാതിരിക്കുക, കാരണം അത്ര നല്ല പരിപാടിയല്ല. അല്ല, അത് ചെയ്യാതിരിക്കുക. കാരണം വെച്ചാൽ അത് ബുദ്ധിമുട്ടാണേ. കാരണം വെച്ചാൽ അത് വെറുതെ അങ്ങനെ ഒരു സംഭവം പറഞ്ഞുണ്ടാക്കിയിട്ട് ഇത് നാളെ ഇപ്പം ലൈവിൽ ഇത് പറയുമോ എന്നുള്ളത് അറിയില്ല. നാളെ ലൈവിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് കൊണ്ടുവന്നിടാൻ നിൽക്കുന്ന ആളാരാ അറിയോ? ഇതോ അപ്പാനി എന്തായാലും പറയും, കണ്ടോ ഗിസേൽ അവൾ എന്തെങ്കിലും പ്രാഗിയിട്ടുണ്ടാവും എന്നുള്ളത്. കറക്റ്റ് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ വേറെ 2-3 അപ്ഡേറ്റ് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിരുന്നു, കാണാത്തവർക്കായിട്ട് പറയാം. മറ്റേ അഭിഷേക് ജയദീപ് ഇല്ലേ, അഭിഷേക് ജയദീപിന്റെ സ്വന്തം ആളാണല്ലോ നെവിൻ. ഇവനാണ് ഇത്ര അവിടെ ഫസ്റ്റ് പ്രൈമറി കോൺടാക്ട് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അഭിഷേക് ജയദീപാണ് പ്രൈമറി കോൺടാക്ട്. ഇവന് കോൾ വന്നിട്ടില്ല, നെവിൻ എവിക്റ്റായി എന്നുള്ള കോൾ വന്നിട്ടില്ല. മാത്രമല്ല ഇവന് ഡ്രസ്സുകൾ കൊടുത്തേക്കാം, ഓണത്തിന് ഡ്രസ്സുകൾ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നുള്ള കോൾ വന്നു എന്നുള്ളത് അഭിഷേക് ജയദീപ് പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ തിരിച്ചു വരില്ല അറിയില്ല. എന്തായാലും അതാണ് ഇന്നത്തെ സ്ഥിതി അല്ലേ. അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ. പിന്നെ വേറൊന്നും ഇല്ലല്ലോ ഇതോ ഞാൻ ഇന്ന് ചെയ്തത് വല്ലതും ഉണ്ടോ നോക്കിയൊക്കെയെന്നു ഇതുപോലെ. അപ്പോൾ ഇത്ര തന്നെയുള്ള സംഭവം. പിന്നെ ഇന്ന് പൊതുവെ അനുമോളാണ് സെൻട്രൽ ക്യാരക്ടർ അല്ലേ. അത് പക്ഷെ അത് ഗുഡ് ടു സീ ഓൾസോ. കാരണം എന്താ വെച്ചാൽ എന്തുകൊണ്ട് ഗുഡ് ടു സീ എന്ന് പറയാൻ കാരണം അറിയോ, അനുമോൾ അവിടെ ശൈത്യ ഒരു ആടിയും കൊണ്ടാണ്, നമുക്ക് വലിയൊരു ഇതില്ല. എന്നാലും ആദില, നൂറ ഇവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലേഡീസിന്റെ ഒരു ഗ്രൂപ്പ് രൂപപ്പെട്ട് വന്നിട്ടുണ്ട് അവിടെ. അവരായിട്ട് മനഃപൂർവ്വം വരെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, പക്ഷെ നല്ലൊരു ഗ്രൂപ്പായിട്ട് അവിടെ അവർ പൊന്തുന്നുണ്ട്. വിച്ച് ഇസ് ഗുഡ്. അത് പൊന്തുന്നത് ഈ ഒരു ഗ്രൂപ്പിലും ശരിക്കും പെടാത്തത് ഇപ്പൊ അനീഷാണ് അവിടെ ഒരു ഗ്രൂപ്പിലില്ല. ഗെയിം കളിക്കണ ഇൻഡിവിജ്വൽ ആയിട്ട് ഗെയിം കളിക്കണ. ഇപ്പൊ ഇങ്ങനത്തെ കുറെ കച്ചറ പ്രശ്നം ഉള്ളതുകൊണ്ട് അയാൾക്ക് കുറച്ച് സ്ക്രീൻ സ്പേസ് കുറഞ്ഞു. ടാസ്കിന്റെ ചെറിയൊരു സാധനം ഉണ്ടല്ലോ, പക്ഷെ അതൊന്നും അങ്ങനെ അതിനിടയ്ക്ക് ആരും എന്തോ പേപ്പർ ഉണ്ടാക്കി എറിയൊക്കെ ചെയ്തു, അങ്ങനത്തെ ചെറിയൊരു ഇഷ്യൂ കേട്ടിട്ട് അനീഷോയുടെ സൈഡിൽ കൂടി പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അല്ലേ. ഇതോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നാളെ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ബാക്കി പത്രങ്ങൾ എന്നുള്ള അറിയില്ല. നാളെ വ്യാഴമല്ലേ, നാളെ വ്യാഴം കഴിഞ്ഞ് മറ്റന്നാൾ 2-3 ദിവസം കൊണ്ട് ലാലേട്ടൻ വേറെ ഇവിടെ നിന്ന്. ഇന്നിപ്പോൾ പ്രൊമോ വന്നതെന്ന് ലാലേട്ടൻ അവിടെ ഇല്ല. ഇന്നത്തെ പ്രൊമോ നമ്മൾ കണ്ടില്ലല്ലോ അല്ലേ. ഇന്നിപ്പോൾ നാളേക്കുള്ള പ്രൊമോ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇത്ര തന്നെയുള്ള വീഡിയോ അല്ലേ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നു, നമ്മൾ റിവ്യൂ ചെയ്യുകയാണ് ഷോ, അതാത് ദിവസത്തെ അവരവരുടെ പ്രവൃത്തികൾ കണ്ടിട്ട് അതിൽ നിന്ന് നമുക്ക് തോന്നുന്ന ശരിയോ തെറ്റോ കാര്യങ്ങൾ പറയുന്നു. അത് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞ് ഒരാൾ ഒരുപാട് നല്ലത് ചെയ്യുമ്പോൾ മനുഷ്യ സഹജമായിട്ട് ചിലപ്പോൾ അങ്ങനത്തെ ആൾക്കാരുടെ ഒരു ഇൻക്ലിനേഷൻ തോന്നും. അത് ഇതുവരെ ബിഗ് ബോസ് മലയാളം സീസൺ 7 തോന്നിയിട്ടില്ല. അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നവർക്ക് മനസ്സിലാവും. അല്ലാണ്ട് ഈ ഒരു വീഡിയോ മറ്റൊരു വീഡിയോ കണ്ടുവരുന്നവർ അല്ലെങ്കിൽ അല്ല സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും. അല്ലെ ഏതെങ്കിലും വീഡിയോ വന്ന് കണ്ടിട്ട് അതിൽ നമ്മൾ ഇങ്ങനെയാണ് പറയണത് കാര്യമില്ല. തിരിച്ചു പറയും ഡെഫിനറ്റ്ലി തിരിച്ചു പറയും. ഞാനത് തിരിച്ചു നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ നല്ല പറഞ്ഞിട്ടുണ്ട്, എത്ര പറഞ്ഞിട്ടുണ്ട് അതില് അല്ലേ. അത് ശരിയല്ല. കോർണർ ചെയ്യാം, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോർണർ ചെയ്യാം. മീൻസ് തെറ്റായ കാര്യം പറഞ്ഞിട്ട് ചെയ്യാം. അപ്പം അന്ന് ഓർമ്മ ഉണ്ടോ, മറ്റേ അയമ ഇവിടുന്ന് ഔട്ടായി പോയില്ലേ, ശാരിക കേബി ഡിവോഴ്സിന്റെ ഇഷ്യൂ റിലേറ്റഡ് ആയിട്ട് അയമ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി അയമനെ കോർണർ ചെയ്തു. അയമനെ നമ്മൾ ന്യായീകരിക്കാൻ നിൽക്കുന്നില്ല, വിച്ച് ഇസ് റോങ്. അത് തെറ്റാണ്, അത് ചെയ്ത് ശരിയായില്ല. മനസ്സിലായോ? പണ്ട് ഷാനവാസ്, അതായത് രേണുവിന് പിന്നെ തലവേദനയാണ്, ഷാനവാസിന്റെ തലവേദന കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അനീഷ് ഇതേമാതിരി ഇപ്പോൾ മൈക്കിൽ പറഞ്ഞു. അന്ന് അനീഷിന് ക്യാമറയിൽ പറഞ്ഞു. അന്ന് അനീഷിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തു തരുന്ന വ്യക്തിയാണ് ഞാൻ. ആ സമയത്ത് അനീഷ് അങ്ങനെ അനീഷ് സപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ആ സമയത്ത് അനീഷ് ഈ ഒരു സംഗതി കാണാതിരുന്നപ്പോൾ ഡെഫിനറ്റ്ലി അനീഷിനെ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഷാനവാസിന്റെ കേസിൽ ഷാനവാസിന് അനീഷിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. ഈ ഒരു വിഷയം, ആ കട്ടിലിന്റെ പ്രശ്നം വന്നു, ഇവന്റെ സംഗതി ആദ്യം പറഞ്ഞു ഞാനാ. ഇവൻ്റെ കളിയാണ് അത് പുറത്തുള്ളത്, അവരെ പറഞ്ഞ് തിരിപ്പിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്ത കണ്ടു കഴിഞ്ഞാൽ പറയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ലൈവ് അപ്ഡേറ്റ് വീഡിയോസിലേക്കാണ്. രണ്ടുപേരും കൂടി വീഡിയോ നാളത്തെ രാത്രിത്തെ എപ്പിസോഡ് കേട്ടോ കഴിഞ്ഞിട്ടില്ലേ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.